അനലോഗി വിത്ത് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു തേർഡ് സെറ്റപ്പ് അല്ലെ, സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റ് തേർഡ് സെറ്റപ്പ് നമ്മൾ ഒബ്സർവ് ചെയ്ത സമയത്ത് നമുക്ക് എന്താ മനസ്സിലായത്? ഓൾറെഡി ആദ്യം എന്ത് ചെയ്തു, ഒരു ഓവനിൽ നിന്നുള്ള ബീംസ്, സിൽവർ ആറ്റത്തിൻ്റെ ബീംസ് SG-Z, അതായത് സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണ് SG അപ്പാരറ്റസിൽ. സോ SZ പ്ലസും SZ മൈനസും വന്നു. അതിനുശേഷം നമ്മൾ SZ മൈനസിനെ ബ്ലോക്ക് ചെയ്തു. ദെൻ SZ പ്ലസിനെ SGX കൂടെ കടത്തിവിട്ട്, SGX കൂടെ കടത്തിവിട്ട് നമുക്ക് കിട്ടിയത് SX പ്ലസും SX മൈനസും ആണ്. ആ SX മൈനസിനെ ബ്ലോക്ക് ചെയ്തു. SX മൈനസിനെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ SGZ കൂടെ കടത്തിവിട്ട് നമുക്ക് എന്താ കിട്ടിയത്? SZ പ്ലസും SZ മൈനസും ആണ്. അപ്പോൾ ആക്ച്വലി എന്താണ് SZ മൈനസ് എന്ന് പറയുന്നത്? നമ്മൾ ബ്ലോക്ക് ചെയ്തതാണ്. പിന്നെ എങ്ങനെ അത് ഔട്ട്കം ആയിട്ട് വന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പോളറൈസേഷൻ ഓഫ് ലൈറ്റുമായിട്ടൊന്ന് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ്, എന്താണ് രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം. സോ അനലോഗി വിത്ത് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ കൺസിഡർ എ മോണോക്രോമാറ്റിക് ലൈറ്റ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ Z direction. Okay. A linearly polarized or plane polarized light with a polarization vector in the X direction, which we call അതിനെ നമ്മൾ എക്സ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്പേസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഓസിലേറ്റിംഗ് ഇൻ ദ എക്സ് ഡയറക്ഷൻ എങ്ങനെയാണ്? ഈ ക്യാൻ ബി റിട്ടൺ ആസ് E0x cos kz മൈനസ് ഒമേഗ ടി. ഇവിടെ ഈ ഒരു എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അത് ഉദ്ദേശിക്കുന്നത്? എക്സ് ഡയറക്ഷനിലാണ് പോളറൈസ് ചെയ്തിട്ടുള്ളത് ആൻഡ് Z ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്. EDയിൽ പഠിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ Y പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു, അതായത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സ്പേസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റാണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു E0y cos kz മൈനസ് ഒമേഗ ടി. ഇതെന്താണ്? Y പോളറൈസ്ഡ് ആണ്, Z ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് പറയാം ഇക്വേഷൻ നമ്പർ 3 and 4 ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഒന്ന് എക്സ് പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇക്വേഷനും ഒന്ന് Y പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇക്വേഷനും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എക്സ്പെരിമെൻറ്റിൽ ഒബ്റ്റെയിൻ ചെയ്യാം ഈ പോളറൈസ്ഡ് ലൈറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? We are going to allow an unpolarized light beam go through a polaroid. ഒരു പോളറോയിഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ കടത്തിവിടുക. പോളറോയിഡ് എന്ന് വെച്ചാൽ എന്താണത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ലൈറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ ദ പോളറോയിഡ് സെലക്ട് ഓൺലി ബീംസ് പോളറൈസ്ഡ് ഇൻ ദ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഇപ്പോൾ എക്സ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് പോളറോയിഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനുള്ളതിനെ മാത്രമാണ് സെലക്ട് ചെയ്യുക. Y ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ Y ഡയറക്ഷനുള്ളതിനെ മാത്രമാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു എക്സ് ഫിൽറ്ററിനെ നമുക്ക് എങ്ങനെ Y ഫിൽറ്ററാക്കി മാറ്റാം? എക്സിനെ 90 ഡിഗ്രി തിരിച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? Y ഫിൽറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സെറ്റപ്പ് എന്താണ്? സോ ഫസ്റ്റ് സെറ്റപ്പ് നോക്കുക. എക്സ് ഫിൽറ്റർ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബീം ഓഫ് ലൈറ്റിനെ കടത്തി വിട്ടു. അതിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ Y ഫിൽറ്റർ കൂടെ കടത്തി വിട്ടു. അപ്പം എക്സ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് എക്സ് ഡയറക്ഷനുള്ള വേവ്സിനെ മാത്രമാണ് കടത്തി വിടുന്നത്. കണ്ടോ, ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെയാണ് ലൈറ്റിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫിൽറ്റർ. അപ്പോൾ എക്സ് ഫിൽറ്റർ അപ്പോൾ പുറത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള റേസാണ് നമുക്ക് കിട്ടുക. അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവില്ല, റൈസ് ഉണ്ടാവില്ല നമുക്ക്. എന്നിട്ട് അതിനെ നമ്മൾ Y ഫിൽറ്റർ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ? ഈ Y ഫിൽറ്റർ കൂടെ ഇത് കടന്ന പോകില്ല. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 0, നോ ലൈറ്റാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, ഇനി സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ എക്സ് ഫിൽറ്ററിൻ്റെയും Y ഫിൽറ്ററിൻ്റെ ഇടയിൽ വേറൊരു പോളറോയിഡ് വയ്ക്കുകയാണ്. അത് നമ്മൾ എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് പ്രൈം ഫിൽറ്റർ. എക്സ് പ്രൈം ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 45 ഡിഗ്രി എക്സ് ഉള്ളതിനെ കടത്തിവിടും. മനസ്സിലായില്ലേ? സോ വി ആർ ഇൻസേർട്ടിങ് ആൻ എക്സ് പ്രൈം ഫിൽറ്റർ ഇൻ ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ അതെങ്ങനെയാണ്? വിച്ച് സെലക്ട് ലൈറ്റ് ഇൻ ദ എക്സ് പ്രൈം ഡയറക്ഷൻ. എക്സ് പ്രൈം ഡയറക്ഷൻ എന്ന് വെച്ചാൽ 45 ഡിഗ്രി വിത്ത് ദ എക്സ് ഡയറക്ഷൻ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഇങ്ങനെയുള്ള ലൈൻസാണ് ഔട്ട്പുട്ടായിട്ട് വരിക. ഈ എക്സ് പ്രൈം എങ്ങനെ സെലക്ട് ചെയ്യും? ഇതിൽ നിന്ന് 45 ഡിഗ്രി ഇൻക്ലിനേഷനുള്ള ലൈറ്റിനെ സെലക്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് അതിന് നമ്മൾ Y ഫിൽറ്റർ കൂടെ കടത്തി വിട്ടാൽ എന്തുണ്ടാവും? അതിൻ്റെ ഇടയിൽ
ഈ ലൈറ്റ്സ് ഉണ്ടാവില്ല, ഈ ലൈറ്റ്സ് കടന്നു പോകും, നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. വൈ ഫിൽറ്ററിൽ സം ലൈറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇൻ ദിസ് ടൈം ദർ ഈസ് എ ലൈറ്റ് ബീം കമ്മിങ് ഔട്ട് ഓഫ് ദ വൈ ഫിൽറ്റർ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, so the beam went through the X filter. It did not have any polarization component in the Y direction. അതായത് ഒരു പ്രാവശ്യം once the X filter intervenes and select the X prime polarized beam, it is immaterial whether the beam was previously X polarized. അപ്പോൾ ഈ എക്സ് ഫിൽറ്റർ കൂടെ ലൈറ്റ് കടന്നു പോയി, എന്നിട്ട് അത് പോളറൈസ് ചെയ്ത് എക്സ് പ്രൈമിൽ എത്തുന്നതോടുകൂടി എന്താണ്, അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ട്രോയ് ചെയ്യാണ്. അത് ഇമ്മെറ്റീരിയൽ, അതായത് എന്ന് വെച്ചാൽ എന്താണ്, മുന്നേ എക്സ് പോളറൈസ്ഡ് ആണോ വൈ പോളറൈസ്ഡ് ആണോ എന്നുള്ളതൊന്നും അതിന് മാറ്ററല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് എക്സ് പ്രൈം ഫിൽറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുന്നത്തെ കാര്യങ്ങളൊന്നും എന്തില്ല, അത് ആ ഡാറ്റകളെല്ലാം ഡിസ്ട്രോയിഡ് ആണ്. അതായത് പോളറൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് പ്രീവിയസ് ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ ഈ സിറ്റുവേഷൻ എന്തിന് അനലോഗസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ SG അപ്പാരറ്റസ്, ആ തേർഡ്, ഇപ്പോൾ നേരത്തെ ഞാൻ ഫിഗർ കാണിച്ചല്ലോ, അതിന് അനലോഗസ് ആണ് അല്ലേ. അതായത് കണ്ടോ, സോ വെദർ ഇത് സെഡ് ഡയറക്ഷനിൽ കമ്പോണൻ്റ്, അതായത് സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തു, എന്നിട്ട് SZ മൈനസ് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും എന്തല്ല, ഇവിടെ എത്തുന്ന സമയത്ത് അതൊന്നൊരു പ്രശ്നമല്ല. പ്രീവിയസിലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, ഡിസ്ട്രോയിഡ് ആണ് ഈ ഒരു കേസിൽ. അപ്പോൾ ഇതിന് അനലോഗസ് ആണ് നമ്മുടെ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിന് എന്ത് ചെയ്യാം, കറസ്പോണ്ടൻസ് കിട്ടും അല്ലേ. പ്രൊവൈഡഡ് ദാറ്റ് ദ ഫോളോയിങ് കറസ്പോണ്ടൻസ് ഏതൊക്കെയാണ്, ദാറ്റ് ഈസ് SZ പ്ലസ് ഓർ മൈനസ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തിന് കറസ്പോണ്ടിങ് ആണ്, ഒന്നുകിൽ എക്സ് പോളറൈസ്ഡ് ലൈറ്റിന് അല്ലെങ്കിൽ വൈ പോളറൈസ്ഡ് ലൈറ്റിന് കറസ്പോണ്ടൻ്റ് ആണ്. അതേപോലെ തന്നെ SX പ്ലസ് മൈനസ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തിന് കറസ്പോണ്ടിങ് ആണ്, എക്സ് പോളറൈസ്ഡ് ലൈറ്റിനും എക്സ് പ്രൈം പോളറൈസ്ഡിനും വൈ പ്രൈം പോളറൈസ്ഡിനുമാണ്. കാരണം നമ്മൾ ആദ്യം നമ്മൾ SZ വെച്ചിട്ടാണ് നമ്മുടെ SG അപ്പാരറ്റസിൽ ചെയ്തത്. അപ്പോൾ നമുക്ക് SZ പ്ലസ് SZ മൈനസും ആണ് കിട്ടിയത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് XY പോളറൈസ്ഡ് ആയിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, XX ഇടുകയാണ് ചെയ്തത് അല്ലേ. XX ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ എക്സ് പ്രൈം ഇട്ടത്, അതേപോലെ തന്നെ വൈ പ്രൈമും. അപ്പോൾ അതാണ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, we are going to examine how we can quantitatively describe the behavior of 45 degree polarized beam. അതായത് എക്സ് പ്രൈം വൈ പ്രൈം ബീമിനെ എങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കുക, എന്താണ്, ഓറിയൻറ്റേഷൻ ഓഫ് എക്സ് പ്രൈം ആൻഡ് വൈ പ്രൈം ആക്സിസ്, എക്സ് പ്രൈമിൻ്റെയും വൈ പ്രൈം ആക്സിസിൻ്റെയും. സോ ദിസ് ഈസ് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ദെൻ അതിന്ന് 45 ഡിഗ്രി എന്നല്ല പറഞ്ഞത്, അതായത് എക്സ് നിന്ന് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റിനെയാണ് എക്സ് പ്രൈം ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ ആ 45 ഡിഗ്രിയാണ് കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ദ എക്സ് പ്രൈം. അതേപോലെ തന്നെ വൈ പ്രൈം ഉണ്ട്, അതും 45 ഡിഗ്രി ഫ്രം ദ വൈ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ യൂണിറ്റ് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, എക്സ് ക്യാപ്പ്, അതേപോലെ തന്നെ വൈ ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ദ ബിഹേവിയർ ഓഫ് 45 ഡിഗ്രി പോളറൈസ്ഡ് ബീംസ് നമുക്ക് ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സ് വെച്ചിട്ട് എങ്ങനെ എഴുതാം, നമുക്ക് E0 എക്സ് പ്രൈം, ഈ ഫിഗർ നമുക്ക് എഴുതാം E0 എക്സ് പ്രൈം കോസ് KZ മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ദാറ്റ് ഈസ് E0 ഇൻറ്റു 1/√2 എക്സ് കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് 1/√2 ഇൻറ്റു വൈ കോസ് KZ മൈനസ് ഒമേഗ ടി. അതേപോലെ തന്നെ E0 വൈ പ്രൈം കോസ് KZ മൈനസ് ഒമേഗ ടീനെ എങ്ങനെ എഴുതാം, E0 ഇൻറ്റു മൈനസ് 1/√2 എക്സ് ഇൻറ്റു കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് 1/√2 വൈ കോസ് KZ മൈനസ് ഒമേഗ ടി. അതിൽ സെക്കൻഡ്. സോ നമ്മുടെ ട്രിപ്പിൾ ഫിൽറ്റർ അറേഞ്ച്മെൻറ്റിൽ ഫസ്റ്റ് പോളറോയിഡ് എന്ന് വരുന്നത് ഒരു എക്സ് പോളറൈസ്ഡ് ബീമാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് പ്രൈം, അതായത് എക്സ് പ്രൈം പോളറൈസ്ഡ് ബീമിൻ്റെയും വൈ പ്രൈം പോളറൈസ്ഡ് ബീമിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ അതിന് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് പോളറൈസ്ഡ്
ദെൻ അതിന് നമ്മളൊരു സെക്കൻഡ് പോളറോയിഡിൽ കൂടെ കടത്തി വിടുന്നുണ്ട്. സെക്കൻഡ് പോളറോയിഡിൽ നിന്ന് വരുന്ന ലൈറ്റിന് നമുക്ക് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും? എക്സിൻ്റെയും, അതായത് എക്സ് പോളറൈസ്ഡ് ബീമിൻ്റെയും വൈ പോളറൈസ്ഡ് ബീമിൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈനൽ ഉള്ള, അതായത് മൂന്നാമത്തെ പോളറോയിഡ് എന്തിനാണ് സെലക്ട് ചെയ്യുന്നത്? വൈ പോളറൈസ്ഡ് കമ്പോണൻറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് അങ്ങനെ കിട്ടും. ഇതാ ഈ ഒരു ഫിഗറാണ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റേൺ ഗെർലാക് എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പും, അതായത് മൂന്നാമത്തെ സെറ്റപ്പും, അതേപോലെ തന്നെ നമ്മുടെ പോളറൈസേഷൻ്റെ മൂന്നാമത്തെ സെറ്റപ്പിൻ്റെ ആ രണ്ട് ഫിഗറും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ഇങ്ങനെ പറയാൻ പറ്റും. ദ സ്പിൻ സ്റ്റേറ്റ് ഓഫ് എ സിൽവർ ആറ്റം, വി ക്യാൻ റെപ്രസെൻറ്റ് ദ സ്പിൻ സ്റ്റേറ്റ് ഓഫ് എ സിൽവർ ആറ്റം ബൈ സം കൈൻഡ് ഓഫ് വെക്റ്റർ ഇൻ എ ന്യൂ കൈൻഡ് ഓഫ് 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. ഇപ്പോൾ നമ്മൾ എക്സ് പ്രൈം വൈ പ്രൈം എന്ന് പറഞ്ഞിട്ടാണ് എവിടെ എടുത്തത്? പോളറൈസേഷൻ്റെ കേസ് എടുത്തത്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഈ സ്പിൻ സ്റ്റേറ്റിന്, സിൽവർ ആറ്റത്തിൻ്റെ സ്പിൻ സ്റ്റേറ്റിന് നമുക്കൊരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിലുള്ള ഒരു വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് വെക്റ്റർ സ്പേസ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് വെക്റ്റർ സ്പേസ് നമ്മുടെ ഓർഡിനറി എക്സ് വൈ സ്പേസ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണോ എക്സിനെയും വൈനെയും, എക്സ് ക്യാപ്പിനെയും വൈ ക്യാപ്പിനെയും എങ്ങനെയാണോ കോമ്പിനേഷനായിട്ട് എഴുതിയത്, എക്സ് പ്രൈമിൻ്റെയും വൈ പ്രൈമിൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതിയത്, അതേപോലെ തന്നെ നമുക്ക് എന്തിനെ എഴുതാം? ഈ സ്പിൻ സ്റ്റേറ്റിനെയും കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. So it is reasonable to represent the Sx plus state by a vector which we call a ket in the Dirac notation. അപ്പോൾ ആ ഒരു നമ്മുടെ Sx എന്ന് പറയുന്ന, അല്ലെങ്കിൽ Sx പ്ലസ് എന്ന് പറയുന്ന സ്പിന്നിൻ്റെ സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ വെക്റ്ററിനെയാണ് കെറ്റ് എന്ന് പറയുക. ഡിറാക് നൊട്ടേഷനിൽ ഒരു സ്റ്റേറ്റിനെ നമ്മളൊരു വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആ വെക്റ്ററിനെ പറയുന്ന പേരാണ് എന്ത്? കെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ എന്താണ് കെറ്റ് Sx പ്ലസ്? അപ്പോൾ ഇവിടെ ഈ ഇതാണ് എന്ത്? ഒരു കെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്താ? ഈ സംഭവമാണ്. ഇതാണ് കെറ്റ് Sx സെമിക്കോളൻ പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്? Sx എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്. അത് ഏത് സ്റ്റേറ്റിലായിരിക്കണം? സെമിക്കോളൻ അപ്പ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതാണ് പ്ലസ്. അതിനെന്ത്? അത് ദാറ്റ് ഈസ് Sx പ്ലസ് സ്റ്റേറ്റിലുള്ള കെറ്റാണത്. അതേപോലെ തന്നെ Sz പ്ലസ് സ്റ്റേറ്റിലുള്ള കെറ്റ് നമുക്ക് Sz സെമിക്കോളൻ പ്ലസ് എന്ന് എഴുതാം. അതേപോലെ തന്നെ കെറ്റ് Sz സെമിക്കോളൻ മൈനസ് എന്ന് എഴുതാം, Sz മൈനസ് സ്റ്റേറ്റിനെ. ഓക്കെ, സോ 6ൻ്റെയും 7ൻ്റെയും അനലോഗി വിത്ത് 6 and 7 വി ക്യാൻ റൈറ്റ് എങ്ങനെ എഴുതാം? ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമെന്ന് പറഞ്ഞല്ലോ സ്റ്റേറ്റിനെ. ദാറ്റ് ഈസ് കെറ്റ് Sx കോമ പ്ലസ് ക്വസ്റ്റ്യൻ 6ഉം 7ഉം നോക്കുക. കണ്ടോ? ഇതിന് അനലോഗിയായിട്ട് നമുക്ക് 1/√2 ഓഫ് Szൻ്റെയും Sz പ്ലസിൻ്റെ Sz മൈനസിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് Sxനെ എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ? Sx പ്ലസ് എന്ന് കെറ്റ് Sx പ്ലസ് എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു കെറ്റ് Sz പ്ലസ് 1/√2 ഇൻറ്റു കെറ്റ് Sz മൈനസ്. അതേപോലെ തന്നെ Sx മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് 1/√2 ഇൻറ്റു കെറ്റ് Sz പ്ലസ് 1/√2 ഇൻറ്റു കെറ്റ് Sz മൈനസ്. ദാറ്റ് ഈസ് ദ അൺബ്ലോക്ക്ഡ് കമ്പോണൻറ്റ് coming out of the second SGX apparatus regarded as the superposition of Sz plus and Sz minus. അപ്പോൾ നമ്മൾ Sx പ്ലസിനെ നമ്മൾ എഴുതി, അല്ലെങ്കിൽ Sxനെ എഴുതി. ഇനി അതുപോലെ Syനെ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു കേസിൽ നമ്മൾ അനലോഗി വിത്ത് പോളറൈസ്ഡ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ടൈം വി കൺസിഡർ എ സർക്കുലർലി പോളറൈസ്ഡ് ബീം ഓഫ് ലൈറ്റ്. സർക്കുലർലി പോളറൈസ്ഡ് ബീം ഓഫ് ലൈറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിച്ച് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ, ഇങ്ങനെയാണ് ഒപ്റ്റെയിൻ ചെയ്യുക? ഒരു ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മളൊരു ക്വാർട്ടർ വേവ് പ്ലേറ്റ് കൂടെ കടത്തി വിടുക. സോ വെൻ വി പാസ് സച്ച് എ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ത്രൂ ആൻ എക്സ് ഫിൽറ്റർ, അതല്ലെങ്കിൽ വൈ ഫിൽറ്റർ, വി എഗെയിൻ ഒപ്റ്റെയിൻ എയ്തർ എക്സ് പോളറൈസ്ഡ് ബീം, അതല്ലെങ്കിൽ വൈ ഫിൽറ്റർ കൂടെ കടത്തി വിടുന്ന വൈ പോളറൈസ്ഡ് ബീമാണ് നമുക്ക് കിട്ടുക ഓഫ് ഈക്വൽ ഇൻറ്റൻസിറ്റി. സോ circularly polarized light is totally different from 45-degree linearly polarized light. So mathematically നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും ഈ ഒരു പോളറൈസ്ഡ് ലൈറ്റിനെ? എ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് വൈ പോളറൈസ്ഡ് ലൈറ്റ്, where the oscillation of the electric field for the y polarized component is 90 degree out of phase with that of x polarized light. അതായത് ഒരു റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് എന്തിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാം? എക്സ് പോളറൈസ്ഡിൻ്റെയും വൈ പോളറൈസ്ഡ് ലൈറ്റിൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതാം. വൈ പോളറൈസ്ഡ് എങ്ങനെയാണ് എക്സ് എന്ന് ഡിഫറെൻറ്റ് ചെയ്തിരിക്കുന്നത്? വൈ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് 90 degree ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ എക്സ് പോളറൈസ്ഡ് കമ്പോണൻറ്റ്. അപ്പോൾ
വി ക്യാൻ റൈറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം E0 ഇൻറ്റു 1/√2 കോസ് KZ മൈനസ് ഒമേഗ ടി. അപ്പോൾ ഇത് എക്സ് കമ്പോണൻ്റ് ആണ് അല്ലേ, എക്സ് പോളറൈസ്ഡ് ആയിട്ടാണ് ഫസ്റ്റ് വണ്ണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വരും, 1/√2 y ക്യാപ്പ് കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് π/2. ഇപ്പം ഔട്ട് ഓഫ് ഫേസ് ആണ്. ഇക്വേഷൻ നമ്പർ 9 ആയിട്ട് കൊടുക്കുക. ഇതിൽ എപ്സിലോൺ എന്ന് പറയുന്നൊരു വി ആർ ഇൻട്രൊഡ്യൂസിങ് എപ്സിലോൺ വേർ real part of epsilon equal to E/E0. Okay, so for a right circularly polarized light we can write epsilon equal to 1/√2 into x cap into e raised to I kz minus omega t plus I/√2 into y cap e raised to I kz minus omega t. ഇതിൽ I എന്ന് പറഞ്ഞാൽ e raised to L pi/2 ആണ്. So we can make the analogy with the spin state of silver atom, that is SY plus atom എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇറ്റ് ഈസ് ദ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ബീമും അതേപോലെ തന്നെ SY മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ബീമുമാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 10 ഈ ഒരു അനലോഗി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, SY പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു SZ പ്ലസ് ഓർ മൈനസ് I/√2 ഇൻറ്റു SZ മൈനസ് എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 11 ആയിട്ട് കൊടുക്കുക. സോ ഈ SY യുടെ സ്റ്റേറ്റും അതേപോലെ തന്നെ SX അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ട് ഇക്വേഷൻസും ഡിഫറെൻ്റ് ആണ്. ദസ് വി സീ ദാറ്റ് ദ 2-dimensional വെക്റ്റർ സ്പേസ് നീഡഡ് ടു ഡിസ്ക്രൈബ് ദ സ്പിൻ സ്റ്റേറ്റ് ഓഫ് എ സിൽവർ ആറ്റം മസ്റ്റ് ബി എ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ്. നമുക്ക് എന്ത് പറയാം, ഈ സ്റ്റേൺഗർലാഗ് എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്തിലേക്ക് ലീഡ് ചെയ്തൊരു കോംപ്ലക്സ് വെക്റ്റർ സ്പേസിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. നമ്മളിനി ഈ ബുക്കിൽ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡിറാക്കിൻ്റെ ബ്രാൻ കെറ്റ് നൊട്ടേഷനാണ് ഫോർ സച്ച് എ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ്.